ഹേ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സൈറ്റിംഗ് ആയ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. റിയാക്ട്. എന്താണ് റിയാക്ട്? എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? നിങ്ങളുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ഇത് നൽകുന്ന ബെനിഫിറ്റ്സ് എന്നിവ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. യൂസർ ഇന്റർഫേസസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ജനപ്രിയ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് റിയാക്ട്. ഇത് ഫേസ്ബുക്ക് ആണ് ക്രിയേറ്റ് ചെയ്തത്. കൂടാതെ വെബ് ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റിയിൽ ഇതിന് വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. റിയാക്ട് ഒരു കമ്പോണന്റ് ബേസ്ഡ് ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാകും റിയാക്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് ലഭിച്ചത്? റിയാക്ട് ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഡെവലപ്പേഴ്സിന്റെ ഒരു പ്രിഫേർഡ് ചോയ്സ് ആകുന്നു. നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാം. കമ്പോണന്റ് റീയൂസബിലിറ്റി ആണ് റിയാക്ടിന്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്ന്. നിങ്ങൾക്ക് റീയൂസബിൾ ആയിട്ടുള്ള UI കമ്പോണന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലുടനീളം ഉപയോഗിക്കാനാകും. ഇത് ഡെവലപ്പർ ടൈം ലാഭിക്കുക മാത്രമല്ല, കോഡ് മെയിൻ്റെനൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന നേട്ടം എന്നുള്ളത് റിയാക്ട് ഒരു വെർച്വൽ ഡോം ഉപയോഗിക്കുന്നു. യൂസർ ഇന്റർഫേസിന്റെ ആവശ്യമായ ഭാഗങ്ങൾ മാത്രം എഫിഷ്യന്റായി അപ്ഡേറ്റ് ചെയ്യാനും റെൻഡർ ചെയ്യാനും വെർച്വൽ ഡോം റിയാക്ടിനെ അനുവദിക്കുന്നു. ഇത് ഫാസ്റ്റർ പെർഫോമൻസും സ്മൂത്ത് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. റിയാക്ട് ഒരു വൺ വേ ഡാറ്റ ഫ്ലോ ഫോളോ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കാനും ഡീബഗ് ചെയ്യാനും എളുപ്പമാക്കുന്നു. അൺഎക്സ്പെക്ടഡ് സൈഡ് എഫക്ട്സ് പ്രിവെന്റ് ചെയ്യാനും നിങ്ങളുടെ കോഡ് കൂടുതൽ പ്രെഡിക്റ്റബിൾ ആവുന്നതിനും സഹായിക്കുന്നു. കോഡിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കാം. ആദ്യം നിങ്ങളുടെ സിസ്റ്റത്തിൽ JS, NPM എന്നിവ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അവ സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെർമിനലോ കമാൻഡ് പ്രോംപ്റ്റോ തുറന്ന് നിങ്ങളുടെ പ്രൊജക്റ്റിനായി ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്ട് ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ഉപയോഗിച്ച് ഒരു പുതിയ റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇനി പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുക. npx create react app my app. ഇവിടെ മൈ ആപ്പ് എന്നുള്ളത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ റിയാക്ട് ആപ്പിന്റെ പേരാണ്. പ്രോസസ് കംപ്ലീറ്റ് ചെയ്താൽ പ്രൊജക്ട് ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്രൊജക്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രൊജക്ട് സ്ട്രക്ചർ പെട്ടെന്ന് നോക്കാം. പ്രൊജക്ട് ഫോൾഡറിനുള്ളിൽ നിങ്ങൾക്ക് വിവിധ ഫയലുകളും ഫോൾഡറുകളും കണ്ടെത്താനാവും. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന പ്രധാന ഫയൽ SRC ഫോൾഡറിനുള്ളിലുള്ള app.js ഫയലാണ്. അതിൽ നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷന്റെ റൂട്ട് കമ്പോണന്റ് അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് SRC ഫോൾഡറിനുള്ളിലുള്ള app.js ഫയൽ തുറന്ന് കോഡ് ഒന്ന് റിവ്യൂ ചെയ്യാം. റിയാക്ടിൽ കമ്പോണൻസ് ഉപയോഗിച്ച് യൂസർ ഇന്റർഫേസസ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്വന്തമായി ലോജിക്കും യൂസർ ഇന്റർഫേസും ഉൾക്കൊണ്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കമ്പോണൻസ്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ JSX റിട്ടേൺ ചെയ്യുന്ന ആപ്പ് എന്ന പേരുള്ള ഒരു ഫംഗ്ഷണൽ കമ്പോണന്റ് ഇവിടെയുണ്ട്. ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ HTML പോലുള്ള കോഡ് എഴുതുവാൻ JSX അനുവദിക്കുന്നു. ഇത് റിയാക്ടിൽ UI ബിൽഡ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. ഇപ്പോൾ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് സിമ്പിൾ ആയ ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. SRC ഫോൾഡറിനുള്ളിൽ greetings.js എന്ന പേരിൽ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. greetings.js ഫയലിൽ ഗ്രീറ്റിംഗ് എന്ന ഒരു പുതിയ ഫംഗ്ഷണൽ കമ്പോണന്റ് ഡിഫൈൻ ചെയ്യുക. അതിൽ നമുക്ക് ഒരു സിമ്പിൾ ആയ ഗ്രീറ്റിംഗ് മെസ്സേജ് റിട്ടേൺ ചെയ്യാം. ഗ്രേറ്റ്. ഇനി app.js ഫയലിൽ ഗ്രീറ്റിംഗ് കമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളുടെ കമ്പോണന്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ ടെർമിനലിലോ കമാൻഡ് പ്രോംപ്റ്റിലോ നിങ്ങൾ പ്രൊജക്ട് ഫോൾഡറിലാണെന്ന് ഉറപ്പാക്കുക. തുടർന്ന് ഇനി പറയുന്ന കമാൻഡ് റൺ ചെയ്യുക. npm start. ഇത് ഡെവലപ്മെന്റ് സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ബ്രൗസറിൽ റിയാക്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് കാണാം. കൺഗ്രാറ്റ്സ്, നിങ്ങൾ ആദ്യത്തെ റിയാക്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ സക്സസ്ഫുൾ ആയി റൺ ചെയ്തിരിക്കുന്നു. റിയാക്ട് എന്നത് വെബ് ഡെവലപ്മെന്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. റിയാക്ട് നേറ്റീവ് ഉപയോഗിച്ച് ഒരേ പ്രിൻസിപ്പിൾസും കോഡ് ബേസും യൂസ് ചെയ്ത് നിങ്ങൾക്ക് iOS, ആൻഡ്രോയിഡ് എന്നിവയ്ക്കായി മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ കഴിയും. നിങ്ങളുടെ നിലവിലുള്ള റിയാക്ട് സ്കിൽസ് പ്രയോജനപ്പെടുത്താനും നേറ്റീവായിട്ടുള്ള മൊബൈൽ ആപ്പുകൾ വികസിപ്പിക്കാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു. റിയാക്ടിന് വലിയതും സജീവമായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ റിയാക്ട് ജേണിയിൽ നിങ്ങളെ സഹായിക്കുന്നതിന് ടൺ കണക്കിന് റിസോഴ്സസും ട്യൂട്ടോറിയലുകളും ഓപ്പൺ സോഴ്സ് ലൈബ്രറികളും നിങ്ങൾക്ക് കണ്ടെത്താനാകും. കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഏറ്റവും പുതിയ റിയാക്ട് ട്രെൻഡുകൾ പഠിക്കാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും അപ് ടു ഡേറ്റ് ആയി കണ്ടിന്യൂ ചെയ്യാനും എളുപ്പമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ ഒരു തംസ് അപ്പ് നൽകാനും നിങ്ങളുടെ കോ ഡെവലപ്പേഴ്സുമായി ഇത് പങ്കിടാനും മറക്കരുത്. കൂടാതെ മറ്റേതൊക്കെ വിഷയങ്ങളാണ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കമന്റായി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഹാപ്പി കോഡിംഗ്.